ഹലോ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷ്രൈബലിൻ്റെ കുറച്ച് ഗ്രാമാറ്റിക് പോർഷൻ, അതായത് നമുക്ക് ഷ്രൈബലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗ്രാമാറ്റിക് പോർഷൻസ്, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്, പിന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട പർട്ടിക്കുലർ പാർട്സ് നോക്കാം. സോ ഇവിടെയും നമുക്ക് സ്പീക്കിങ്ങിൻ്റേത് പോലെ തന്നെ ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ആണ് ആദ്യമായിട്ട് എല്ലാവരും വരുത്താനുള്ള ചാൻസസ് കൂടുതൽ. അതായത് A1 ടൈപ്പ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നമ്മുടെ വെർബിൻ്റെ സ്ട്രക്ചർ, നമ്മൾ വെർബ് ഇടേണ്ട പൊസിഷൻ മാറിപ്പോവുക, ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാവുക. സോ അതിൽ നോക്കുമ്പോൾ നമ്മുടെ കണക്ടോറൻ വരുന്ന സമയത്ത് വൈൽ തുടങ്ങിയ കണക്ടോഴ്സ് ആണെങ്കിൽ സബ് ക്ലോസിൻ്റെ അമ്മൻ്റെ കോൺജുഗേറ്റഡ് ഫോമിൽ, സോ അല്ലാതെ നമ്മുടെ അഡ്വേർബൽ കണക്ടോറൻസ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിലുമാണ് വെർബ് ഇടേണ്ടത്. സോ ഇതൊന്നും പ്രത്യേകം നോക്കി വെക്കുക. സോ പിന്നെ വരുന്ന മിസ്റ്റേക്സ് ആണ് A1 ടൈപ്പ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ A2 ടൈപ്പ് മിസ്റ്റേക്ക്. സോ ഞാനത് ഓൾറെഡി പറഞ്ഞു. സോ A1 മിസ്റ്റേക്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേനും നമ്മുടെ ആർട്ടിക്കിൾ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കോമ ഇടാതിരിക്കുക. സോ നിങ്ങൾ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ പ്രൂഫിങ്ങിൻ്റെ ടൈമിൽ അവർ നോക്കുമ്പോൾ സോ ഇവരെ A1 മിസ്റ്റേക്സ് വരെ വരുത്തുന്നുണ്ട്. സോ അവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ മാർക്ക് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ കണക്ടോറും കഴിയുമ്പോൾ കോമ ഇടുന്നതും, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. സോ നിങ്ങൾ ഷ്രൈബിൽ എഴുതുന്ന ടൈമിൽ എന്ത് ചെയ്യുക, നീറ്റായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. പാരഗ്രാഫ് തിരിച്ച് വൃത്തിക്ക് എഴുതാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കേഴ്സീവ് റൈറ്റിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണെങ്കിലും മിഡിൽ പാർട്ടാണെങ്കിലും അതിന് ഒരു നല്ല കൺക്ലൂഷൻ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നോക്കുക. സോ ഹൈലൈറ്റിങ്ങിൻ്റെ പാർട്ടിലാണെങ്കിൽ നല്ലൊരു ഫ്രേസ് വെച്ചിട്ട് നല്ലൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സല്യൂട്ടേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പറയും. പിന്നെ നല്ലൊരു കൺക്ലൂഷൻ കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഷ്രൈബിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മാപ്പിംഗ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ എക്സാം ഷീറ്റ് അല്ലാതെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേപ്പറോട് കിട്ടും. സോ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കുക. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷ്രൈബിന് എഴുതുന്ന ടൈമിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് വിട്ടു പോകാനുള്ള ചാൻസസ് അവിടെ കുറയ്ക്കും. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 3 പോയിന്റ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നതാണ് കൊഹറൻസ്. നമുക്ക് സ്പീക്കിങ്ങിലുള്ളതുപോലെ തന്നെ നമുക്ക് ഷ്രൈബിലും കൊഹറൻസ് വേണം. സോ കൂടുതലാവാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. എപ്പോഴും ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഷ്രൈബിന് എഴുതാനായിട്ട്. സോ നമുക്കിനി കുറച്ച് ഗ്രാമാറ്റിക് പോർഷൻ, നമ്മുടെ B2 ഷ്രൈബിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രാമാറ്റിക് പോർഷൻസ് നോക്കാം. സോ അതിൽ ആദ്യത്തേന്ന് പറയുന്നതാണ് നോമൻ വെർബ് ഫെർബുൻഡുങ്. അതുകൂടാതെ തന്നെ നമുക്ക് റിലേറ്റീവ് സാറ്റ്സ് ഉപയോഗിക്കാം, സ്വൈറ്റൈലിക കണക്ടോറൻസ് യൂസ് ചെയ്യാം. പോരാതെ പാസീവ് യൂസ് ചെയ്യാം, ഇൻഫിനിറ്റീവ് മിക്സും വെർബൻ മിക്സും, പിന്നെ നമ്മുടെ സാധാ കണക്ടോറൻസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ കണക്ടോറൻസിലേക്ക് വരുമ്പോഴത്തേക്കും വൈൽ, വെൻ, ദസ്, ഒബ്ബോൾ, ദാരും, ദുഷ്, ഡസ്, ഇങ്ങനെ തുടങ്ങിയ കണക്ടോറൻസ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷ്രൈബിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൂടാതെ തന്നെ നമുക്ക് സ്വൈറ്റൈലിക കണക്ടോറൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ സ്വൈറ്റൈലിക കണക്ടോറൻ എന്ന് പറയുമ്പോൾ നിഷ്നുവർ, സൊണ്ടേനോഹ്, സൊവോള്, അൽസൗഹ്, വേഡനോഹ്, എൻവേഡറോഡ്, ഏതസ്, അല്ലെങ്കിൽ ഉംസോ, അല്ലെങ്കിൽ സ്വാറാബർ, അയനസൈറ്റ്സ്, അന്തരസൈറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷ്രൈബിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് നോമൻ വെർബ് ഫെർബിൻഡുങ് എന്ന് പറയുന്നത്. നമ്മൾ ഷ്രൈബിൽ എഴുതുന്ന ടൈമിൽ നമുക്ക് ഇഷ്ബിൻദർ ഔഫാസും, അല്ലെങ്കിൽ ഇൻ അൻസ്പുക് നെമൻ, ഇൻ ഫ്രാഗെ കൊമ്മൻ, അല്ലെ സു ഫെർഫ്യുഗും സ്റ്റേഹൻ എന്ന് തുടങ്ങിയിട്ടുള്ള നോമൻ വെർബ് ഫെർബിൻഡുങ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൊഡാൽ വെർബിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്പീക്കിങ്ങിൽ ഓൾറെഡി പറഞ്ഞതാണ്. സോ മൊഡാൽ വെർബിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എസിസ്റ്റ് നോട്ട് വെൻറ്റിക്ക, അല്ലെങ്കിൽ എസിസ്റ്റ് മ്യോഗ്ലിഷ്, ദി മ്യോഗ്ലിഷ്കൈറ്റ് ഹാബൻ, ദി അബ്സിസ്റ്റ് ഹാബൻ, വിയസിൻ്റെ ഇൻ്റർലാഗ്, സിഷ് ഫോർനെമൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൊഡാൽ വെർബിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഷ്രൈബിന് എഴുതുന്ന ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ ഷ്രൈബിന് എഴുതുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ഉണ്ട്. സോ ഹൈലൈറ്റിങ്ങിലേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ ദ സേമ സ്പീൽറ്റ് അനെ വിഷ്ടിക റോളെ, അതുകൂടാതെ തന്നെ ഹോട്ട്സിറ്റാകെ ബെർഡ് ഓഫ് ട്യൂബ ദ സേമ, അത് കഴിഞ്ഞിട്ട് തേമയുടെ പേര് പറയാം, ഡിസ്കൂട്ടിയോട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ഹൈലൈറ്റിംഗ് ഫ്രേസസ് ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ ഗ്രൂണ്ട് പറയാനുള്ള ഫ്രേസസ് ഉണ്ട്. പോരാതെ കൺക്ലൂഷൻ പറയുമ്പോൾ നമുക്ക് സുസാമൻ ഫാസൻറ്റ് ലാസ്റ്റ് സാഗൻ ദസ് എന്ന് പറഞ്ഞ ഫ്രേസ് വേണമെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഷനിൽ സുംഷ്ലുസ് മ്യോസ്റ്റിഷ് ബെറ്റോണൻ എന്ന് പറയുന്ന ഫ്രേസും നോക്കാനായിട്ട് സാധിക്കും. സോ ഇക്കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഷ്രൈബിന് പോകാനായിട്ട് നോക്കുക. കോമൺ മിസ്റ്റേക്സും കാര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ